കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ 55 എനിക്കതിൽ ആ അവസാനത്തെ ഇത് കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞ കാരണം ഞാൻ പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായത് അതിൽ ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്താണ്, തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ ഷെയർ ചെയ്യാണ്. അത് ഈ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും അത് തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ചൂണ്ടിക്കാണിക്കണം. കാരണം ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച് പറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോൾ മനസ്സിലായി തോന്നുന്നത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ സ്വാഹയാണ്, സ്വധയാണ്, വഷട്കാരാണ്, സ്വരാത്മികയാണ്, സുധ അമൃതാണെന്നൊക്കെ പറഞ്ഞു അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞു നിത്യ അക്ഷരേ ത്രിധ മാത്രാത്മിക സ്ഥിത എന്ന് പറഞ്ഞു. അതായത് നിത്യാക്ഷരമായിട്ടുള്ള പ്രണവത്തിന് 3 സ്വരമുണ്ട്. ആ, ഉ, മ അല്ലേ. അപ്പോൾ 3 ആന്നും ഊന്നും മ എന്നുള്ളതും കൂടിയിട്ടാണല്ലോ അതാവണത്. അതും ഭഗവതി തന്നെയാണ്. അതായത് അതും ഭഗവതി തന്നെയാണ്. അതായത് പ്രണവം മുഴുവൻ ഭഗവതിയാണ്. പക്ഷേ പ്രണവം എഴുതുമ്പോഴേ നമ്മൾ മുകളിലൊരു ചന്ദ്രക്കല ഒരു കുത്തും ഉണ്ടാവില്ല. അതിനെയാണ് അത്രേ അർത്ഥ ഇത് പറയണത്. അതായത് ചന്ദ്രക്കലയാണ് പറയണത് അർത്ഥാത്മിക എന്ന് പറയണത്. പ്രണവത്തിലെ ചന്ദ്രക്കലയാണ് നിത്യ അർദ്ധമാത്ര സ്ഥിത എന്ന് പറയണത്. അതായത് ഈ പ്രണവത്തിലെ ചന്ദ്രക്കലയും ബിന്ദുവും ഭഗവതി തന്നെയാണെന്ന് അതിനാണ് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇതായത്. അതായത് ഈ സ്വരവും വ്യഞ്ജനവും നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഈ അതാണല്ലോ സ്വരങ്ങൾ. ക ഖ ഗ ഘ ങ എന്നുള്ളത് വ്യഞ്ജനങ്ങൾ. ഈ സ്വരത്തിൽ ഹ്രസ്വം, ദീർഘം, പ്ലുതം അങ്ങനെ 3 ഉണ്ട്. അതെന്താ വെച്ചാൽ അ എന്നുള്ളത് ചെറുത്, ഹ്രസ്വം വെച്ചാൽ നീളമില്ലാത്തത് ആ എന്ന് പറയണത്, ആ എന്ന് പറയണത് ദീർഘം. പിന്നെ നമ്മളിപ്പോൾ ആ സാധാരണ നിലയ്ക്ക് കുറച്ചല്ലേ നീട്ടുള്ളൂ. ആ ഈ കുറച്ചല്ലേ നീട്ടുള്ളൂ. ഇനി അതിലും നീട്ടേണ്ട സന്ദർഭങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ വല്ലവരെയും പേര് പറഞ്ഞ് വിളിക്കുകയാണ്, ചിലപ്പോൾ ആന്നിപ്പോൾ രാമാന്ന് വിളിക്കുക, നീട്ടി വിളിക്കുമല്ലോ, അതിനെയാണ് പ്ലുതം എന്ന് പറയണത്രേ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ദേവീന്ന് അങ്ങനെ നീട്ടി വിളിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ സാധാരണത്തിലധികം നീട്ടണേനെയാണ് അത്രേ പ്ലുതം എന്ന് പറയുക. അപ്പോൾ ഈ സ്വരങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ട്. ഈ 3 ഇതുണ്ട്. എന്താ പറയുക, ഹ്രസ്വവും ദീർഘവും പ്ലുതവും ഉണ്ട്. ഈ വ്യഞ്ജനങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ ഇതില്ലാതെ, സ്വരമില്ലാത്ത വ്യഞ്ജനങ്ങളെ നമുക്ക് പറയാൻ തന്നെ പറ്റില്ല. അപ്പോൾ നോക്കൂ, കാ എന്ന് പറയണമെങ്കിൽ ആ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ, കീ അതിലൊക്കെ നമുക്ക് വ്യഞ്ജനം ഉപയോഗിച്ചാലേ നമുക്ക് സ്വരം ഉപയോഗിച്ചാലേ നമുക്ക് ഈ വവൽ എന്ന് പറയണതാണ് ഇംഗ്ലീഷിൽ വവൽ. അപ്പോൾ ആ സ്വരങ്ങൾ അല്ലെങ്കിൽ വവൽസ് ഉപയോഗിച്ചാലേ നമുക്ക് ഈ വ്യഞ്ജനങ്ങൾ കാക്ക ഗാക്ക എന്നുള്ളതൊക്കെ നമുക്ക് പറയണമെങ്കിൽ എന്ത് ചേർക്കണമെങ്കിലും ഈ ഇതിന്ന് ഉള്ളത് വേണം. അപ്പോൾ സ്വന്തമായിട്ടൊരു എക്സിസ്റ്റൻസ് വ്യഞ്ജനത്തിനില്ല. അപ്പോൾ സ്വരങ്ങളുടെ കാര്യം എടുത്തപ്പോൾ സ്വരാത്മികയാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്തായാലും. അപ്പോൾ എന്താണ് ഈ ഭഗവതി ഈ 3 ആ ഉ പ്രണവത്തിലത്തെ ആ 3 ഇതുമാണ്. അതിന് പുറമേ ഈ ചന്ദ്രക്കലയും ബിന്ദു ഉണ്ടല്ലോ, ആ ചന്ദ്രക്കല മുകളിലത്തെ ആ ചന്ദ്രക്കലയും ബിന്ദു നമുക്ക് പറയാൻ പറ്റില്ല, ഉച്ചരിക്കാൻ പറ്റില്ല. നമുക്ക് ഉച്ചരിക്കാനേ പറ്റില്ല ആ ചന്ദ്രക്കലയും ബിന്ദു. അതിനാണ് സിംബോളിസം ഉള്ളത്. അത് സിംബോളിക്കലി എന്താ വെച്ചാൽ ആ ബിന്ദു ഉണ്ടല്ലോ, ആ പോയിൻ്റ്, ഒരു കുത്ത്, അത് പൂർണ്ണ ശക്തിയാണ്. അതായത് ദേവിയുടെ പൂർണ്ണ ശക്തിയാണ്. എപ്പോൾ ഈ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ആ എന്താ പറയുക, എല്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പുള്ള ആ ശക്തിയാണ് ഏത്,
ആ ബിന്ദു എന്നാണ് എല്ലാം ഉണ്ടാവണം. അതിനെയാണ് നമ്മുടെ ഈ വെസ്റ്റേൺ ഇതിൽ ബിഗ് ബാങ് ആയിട്ടൊക്കെ, പിന്നെ അവർ ബിഗ് ബാങ് തിയറിയൊക്കെ ആയിട്ട് അവർ പറയാൻ തുടങ്ങിയത് അതാണ്. എന്താ വെച്ചാൽ ആ ഒരു ഒന്നും നടക്കാത്ത സമയത്ത് അദ്വൈത ശക്തിയായിട്ട് നിൽക്കണതാണ് അത്രേ ആ ബിന്ദു കാണിക്കണത്. നമ്മൾ ഓം എന്ന് എഴുതുമ്പോൾ, സംസ്കൃതത്തിൽ എഴുതുമ്പോൾ പിന്നെ ഇങ്ങനെ എഴുതിയല്ലോ നമ്മൾ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മുകളിലൊരു ചന്ദ്രക്കലയും കുത്തുവിടില്ലോ, ഹിന്ദിയിലോ സംസ്കൃതത്തിലോ ദേവനാഗരി സ്ക്രിപ്റ്റിൽ എഴുതുമ്പോൾ. ആ ബിന്ദു എന്തിനെയാണ് സിംബോളിക്കലി കാണിക്കണ? പ്രതീകാത്മകമാണ്. എന്തിൻ്റെ പ്രതീകാത്മകമാണ് അല്ലെങ്കിൽ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ ആ അദ്വൈത ശക്തിയായിട്ട് നിൽക്കുന്ന സമയത്തെ, ബിഫോർ ഈവൻ ജഗത് സൃഷ്ടിക്ക് മുമ്പ്. ചന്ദ്രക്കല എന്തിനാണ് കാണിക്കണ വെച്ചാൽ ആ ജഗത് ശക്തി പിന്നെ എന്താണ് അദ്വൈത ശക്തി, എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ ശക്തി തന്നെയാണ് പിന്നെ ജഗത്ത് സൃഷ്ടിക്കുമ്പോൾ ഓൾ പെർവൈഡിങ് ആയിട്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ സൂത്രേ മണിഗണ ഇവ എന്ന, നമ്മളൊരു മാലയെ നൂല് പോലെ ഈ ലോകം മുഴുവൻ സർവ്വവ്യാപിയായിട്ട് നിൽക്കുന്നതാണ് അത്രേ ആ ചന്ദ്രക്കര കാണിക്കണത്. ബിന്ദു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും മുമ്പുള്ള സർവ സുപ്രീം ശക്തി. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്നാണ് നമ്മൾ അതിൻ്റെ സിംബോളിസം അതാണ് ആ ഓമിൻ്റെ ബിന്ദു. അപ്പോൾ അത് വായിച്ചിട്ടാണ് അത്ര വെസ്റ്റേൺ വേൾഡ് പിന്നെ ഈ ബിഗ് ബാങ് തിയറി ഒരു ഇതിന്നാണ് എല്ലാം ഉണ്ടായത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ ബിഗ് ബാങ് തിയറി ഈസ് വെരി മച്ച് നമ്മളെ ഇതിന് എതിരാണ് കേട്ടോ പിന്നെയൊക്കെ പറയണതൊക്കെ. അപ്പോൾ ഏതായാലും അത് ഉണ്ടായത് തന്നെ അവർക്ക് ഒരു തെറ്റിദ്ധരിച്ചിട്ട് അവർ അങ്ങനെ പറഞ്ഞതാണ്. അതൊരു സിംബോളിക്കായിട്ട്. പിന്നെ എന്താ വെച്ചാൽ അതായത് ബിന്ദു ഓൾ പെർവേസീവ്നെസ് ആണ്, അല്ലെങ്കിൽ പിന്നെ സർവ്വവ്യാപിത്വമാണ് ഈ അർദ്ധമാത്ര ആ ചന്ദ്രക്കല കാണിക്കുന്നത്. അതായത് എല്ലാ ദിക്കിലും ഉണ്ട്. അതേസമയം നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. ദേവിയുടെ സാന്നിധ്യം എല്ലാ ദിക്കിലും ഉണ്ട്, എല്ലാ ദിക്കിലും. പക്ഷെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ശരിക്കും അത്രേ അർത്ഥമുള്ളൂ. ശരിക്കും അതിൻ്റെ സിംബോളിസത്തെയാണ് ആ പിന്നെ ഇത് പറയണത്. ഈ ഓം എന്നുള്ള പ്രണവം മുഴുവൻ സിംബോളിക്കാണെന്ന് പറയാം. എന്താ വെച്ചാൽ ദേവി ആബ്സല്യൂട്ടുമാണ്, റിലേറ്റീവുമാണ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ശക്തിയും ഉണ്ടായിക്കഴിഞ്ഞാലത്തെ ശക്തിയും ഉണ്ടാക്കുന്ന ശക്തിയും എല്ലാം. അതായത് ചിശക്തിയാണ്, ജഡശക്തിയാണ്. ഉണ്ടായിക്കഴിഞ്ഞുന്ന ജഗത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതിനെ ശരിക്കും ഇംഗ്ലീഷിൽ പറയുക കുറച്ചും കൂടി എളുപ്പമാണ്. എന്താ അറിയോ, ആ സുപ്രീം റിയാലിറ്റിയാണ് ആ ബിന്ദു. ആൻഡ് ബാക്കി പിന്നെ ഇത് ഓൾ പെർവൈഡിങ്നെസ് കാണിക്കുന്നു ചന്ദ്രകല. മറ്റത് എന്താ, റിയാലിറ്റി. ഈ ഉണ്ടായതൊക്കെയും ഭഗവതിയാണ്. അതായത് ആബ്സല്യൂട്ടും ഭഗവതിയാണ്, ആ റിലേറ്റീവായിട്ടുള്ളതും ഭഗവതിയാണ്. അതാണ് അതിൽ പറഞ്ഞത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞത് ഈ പിന്നെ പ്രണവത്തിലത്തെ ആ ഉ മ എന്നുള്ള 3 മാത്രകളും പിന്നെ അർദ്ധമാത്ര പിന്നെ ബിന്ദു അതിൻ്റെ അകത്ത് അതൊക്കെ ദേവിയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ചുരുക്കി പറയാച്ചാൽ അത് എന്തിൻ്റെ സിംബോളിസാണ്, ആ അദ്വൈത ശക്തി ആബ്സല്യൂട്ടുമാണ്, റിയാലിറ്റിയിലുമാണെന്ന്. രണ്ടുമാണ്, ആബ്സല്യൂട്ടുമാണ്, റിയാലിറ്റിയാണ്, റിലേറ്റീവുമാണ്. ആബ്സല്യൂട്ടുമാണ്, റിലേറ്റീവുമാണ് ആ ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാം ആ ശക്തിയാണ്. സർവം ബ്രഹ്മമയം തന്നെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അതെനിക്ക് പറയാൻ അത് കിട്ടിയില്ല. പിന്നെ ഗായത്രി പറഞ്ഞാൽ അത് പറയേണ്ട ആവശ്യമില്ല. വേദത്തിൻ്റെ വിത്താണെന്ന് പറയൂല, അതിൽ നിന്നാണ് വേദം ഉണ്ടായതാണ്. അത് നമ്മൾ പറഞ്ഞു. അത് സന്ധ്യസമയത്ത് ജപിക്കേണ്ട ഗായത്രി ഭഗവതി തന്നെയാണെന്ന് പറയുകയാണ്. സാവിത്രിത്വം എന്ന് പറഞ്ഞു. ഗായത്രിക്ക് സാവിത്രി എന്നും പറയും. കാരണം സവിതാവിൻ്റെ സൂര്യൻ്റേതായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാനത്. അപ്പോൾ ശരിക്കും പറയാച്ചാൽ പ്രണവാക്ഷരം എന്ന് പറഞ്ഞാൽ ആ ശരിക്കും ഭഗവതി തന്നെയാണ്. ആബ്സല്യൂട്ടും റിലേറ്റീവും എല്ലാം ആ അദ്വൈത ശക്തി മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സിംബോളിസം. പിന്നെ നമുക്കിനി 57 എനിക്ക് മനസ്സിലായോടത്തോളം തന്നെ എനിക്ക് എത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ഒക്കെ ഒരു വിഷയമായതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് വളരെ ഒരു 1 മില്യണത്തെ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതന്നെ എനിക്ക് വാക്കുകളിൽ കൂടി പറയാൻ വളരെ വിഷമം ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഞാനിതാണ് എൻ്റെ മൈ ബെസ്റ്റ് ഞാൻ പറയാൻ നോക്കി. അതിൽ നിങ്ങൾ ആരെങ്കിലും അത് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്.
നമ്മളെല്ലാവരും ഒരുപോലെ ഇത് പഠിക്കുകയാണ്. ഞാൻ ഒരു വ്യത്യാസമില്ല, നിങ്ങളെപ്പോൾ തന്നെ പഠിക്കുകയാണ്. അപ്പം ഇനി ശ്ലോകം 57 ചെല്ലാട്ടോ. അത് എനിക്ക് വളരെ ഇഷ്ടമായി ആ സിംബോളിച്ച്. കാരണം എല്ലാം ദേവിയാണെന്ന് പറയുന്നതാണ് ഈ പ്രണവത്തിൽ കൂടെ. ആൻഡ് പ്രണവം എല്ലാം ആണെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ഭാഗവതത്തിൽ നാരായണീയത്തിലൊക്കെ വന്നുല്ലോ അല്ലേ. ഇനി 57 വായിക്കാട്ടോ. ത്വയൈതദ്ധാര്യതേ സർവം ത്വയൈതത് സൃജ്യതേ ജഗത് ത്വയൈതത് പാല്യതേ ദേവി ത്വമപ്യന്തേൽസി സർവദാ. 57 എല്ലാം ദേവിയാണ്, എല്ലാം ദേവിയാണെന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ് ബ്രഹ്മാവെ. രക്ഷിക്കാനായിട്ട് ഭഗവാനെ ഉണർത്താൻ, രക്ഷിക്കാൻ ഈ മധുകടവന്മാരെന്ന് അതിൽ സ്തുതിയാണ്. ത്വയാ ഏതത് ധാര്യതേ, ഭവതിയാൽ ഈ ജഗത്ത് ധരിക്കപ്പെടുന്നു. മീൻസ് ജഗത്തിനെ മുഴുവൻ്റെ ആധാരമാണ്, സബ്സ്ട്രാറ്റാണ്. ത്വയാ ഏതത് ജഗത് സൃജ്യതേ, ഭഗവതിയാൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ത്വയാ ഏതത് പാല്യതേ, ഭഗവതിയാൽ തന്നെ പാലിക്കപ്പെടുന്നു. ത്വം അഭി അന്തേ അസ്തി, ഒടുവിൽ സംഹരിക്കുന്നതും ദേവി തന്നെ എന്നർത്ഥം. മുന്നേ സർവദാ പറഞ്ഞാൽ എന്താ, എല്ലാ കാലത്തും ഈ സൃഷ്ടി സ്ത്രീ സംഹാരങ്ങൾ നടത്തുന്നത് എല്ലാ കാലത്തും ദേവിയാണ്. മാത്രമല്ല ദേവിയാണ് ഈ ജഗത്തിൻ്റെ ആധാരം. നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം ദേവിയാണ്, ആബ്സൊല്യൂട്ടും റിലേറ്റീവും. അപ്പോൾ ബ്രഹ്മശക്തിയായി ഇപ്പം നോക്കൂ, ബ്രഹ്മാവ് നമ്മൾ സൃഷ്ടിക്കണ പറയും. പക്ഷേ നമുക്ക് എന്ത് പറയാം, ഈ ദേവി മഹാത്മ്യത്തിലും എന്താ പറയുക, ബ്രഹ്മശക്തിയായിട്ട് ദേവി എന്നെ സൃഷ്ടി നടത്തണം. രജോഗുണം എടുത്ത് ബ്രഹ്മശക്തിയായി ദേവി എന്നെ സൃഷ്ടി നടത്തുന്നു. പിന്നെയോ വിഷ്ണുമായായിട്ട്, വിഷ്ണുവിൻ്റെ ശക്തിയായിട്ട് പരിപാലനം നടത്തുന്നു സത്വഗുണം എടുത്തിട്ട്. പിന്നെയോ ശിവശക്തിയായി നിന്നിട്ട് സംഹാരം നടത്തുന്നു തമോ ഗുണം എടുത്തിട്ട്, അല്ലേ. ഇങ്ങനെ സൃഷ്ടിച്ച സംഹാരങ്ങളെ എല്ലാ കാലത്തും ചെയ്യണത് ദേവി തന്നെയാണ്. ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും പിന്നെ അവരുടെയൊക്കെ ശക്തിയായിട്ട് സൃഷ്ടിച്ച സംഹാരങ്ങൾ നടത്തുന്നതും ദേവി തന്നെയാണ്. പിന്നെയോ അതുമാത്രമല്ല, ഈ ജഗത്തിനെ സദാ ധരിക്കുന്നു പറഞ്ഞാൽ ജഗത്തിൻ്റെ മുഴുവൻ ആധാരമായി എപ്പോഴും ഇരിക്കുന്നു സബ്സ്ട്രാറ്റോമാണ് ദേവി. അങ്ങനെ ദേവിയെ സ്തുതിക്കുകയാണ്. ത്വയൈതത് ധാര്യതേ സർവം ത്വയൈതത് സൃജ്യതേ ജഗൽ ത്വയൈതത് പാല്യതേ ദേവി ത്വമപ്യന്തേൽസി സർവദാ. ഇനി 58 വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാ ച പാലനേ തഥാ സംഹൃതി രൂപാന്തേ ജഗദോസ്യ ജഗന്മയേ. ഏകദേശം അതുപോലെ തന്നെ പറയുകയാണ്. എന്താ അറിയോ, ത്വം അസ്യ ജഗതഃ വിസൃഷ്ടൗ സൃഷ്ടിരൂപം. ജഗത് സൃഷ്ടിയിൽ ഭഗവതി സൃഷ്ടിരൂപയാണ്, അതായത് ബ്രഹ്മശക്തിയായിട്ട് സൃഷ്ടിരൂപ. പിന്നെയോ പാലനേ സ്ഥിതിരൂപ, പാലിക്കേണ്ട സമയത്ത് വിഷ്ണു ശക്തിയായിട്ട് പാലിക്കുന്നു, ബ്രഹ്മശക്തിയായി സൃഷ്ടിക്കുന്നു. അതെ, പണ്ട് അത് പറഞ്ഞത് തന്നെ വേറൊരു തരത്തിൽ പറയാം. പാലനത്തിൽ സ്ഥിതിരൂപയായിട്ട് ചെയ്യുന്നു, പിന്നെ സൃഷ്ടിയിൽ സൃഷ്ടിരൂപ, പാലനത്തിൽ സ്ഥിതിരൂപ. പിന്നെയോ അന്തേ സംഹൃതി രൂപ, അതായത് പിന്നെ ലോകാന്ത്യത്തിൽ സംഹാരരൂപയും. അതുകൊണ്ട് അങ്ങ് ജഗന്മയേ എന്ന സംബോധനയ്ക്ക് അർഹയാണെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ജഗന്മയ എന്ന് വിളിച്ചത്. ജഗത് സ്വരൂപിണി തന്നെയാണ്, ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജഗന്മയം ആണ്. ജഗന്മയേ എന്ന് പറഞ്ഞാൽ എന്താ, ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്, ജഗത് സ്വരൂപിണിയാണ്. വിശ്വാകാരം പൂണ്ടു നിൽക്കുകയാണ്. അതെന്താ പറയാൻ കാരണം, ഏത് കാലത്തും സൃഷ്ടിസ്ഥിതി സംഹാര രൂപിണിയായിട്ടാണ് ദേവി ഇരിക്കണത്. അപ്പോൾ പിന്നെ ജഗത് രൂപിണി എന്നും കൂടിയും പറയാം. സൃഷ്ടിരൂപിണിയാണ്, സ്ഥിതിരൂപിണിയാണ്, സംഹാരരൂപിണിയാണ്, ജഗത് രൂപിണിയാണ്. കാരണം ഇതൊക്കെ ചെയ്യണത് എല്ലാ കാലത്തും ദേവിയാണ്. സൃഷ്ടികർത്തൃം, അതായത് സൃഷ്ടിക്കുന്നതും സൃഷ്ടിയുടെ ശക്തിയായിരിക്കുന്നതും പാലനവും പാലിക്കുന്ന ശക്തിയായിരിക്കുന്നതും പാലിക്കുന്നവനും, അല്ലെങ്കിൽ അങ്ങനെ പറയാം, സൃഷ്ടിരൂപിണിയായിരിക്കുന്നതും സൃഷ്ടിക്കുന്നവളും, അതായത് സ്രഷ്ടാവ്, അതായത് സൃഷ്ടിക്കുന്ന ആളും സൃഷ്ടിയും ഭഗവതി തന്നെയാണ്. പിന്നെയോ പാലിക്കുന്ന ആളും പാലനവും ഭഗവതിയാണ്. സംഹരിക്കുന്ന ആളും സംഹാരവും ഭഗവതിയാണ്. സംഹർത്രി എന്നൊക്കെ പറയും.
സംഹരിക്കണ ആളും ഭഗവതിയാണ്, സംഹാരവും ഭഗവതിയാണ്. എല്ലാം അതായത് ഒക്കെ ഒന്നാണെന്ന് പറയാണ്. പിന്നെ ഇപ്പം എന്താ അറിയോ, നോക്കൂ, രജോ ഗുണം കൊണ്ടല്ലേ സൃഷ്ടി നടത്തണേ. ആ രജോ ഗുണമാണ് നമ്മൾ സ്രഷ്ടാവായിട്ട് ബ്രഹ്മാവിനുണ്ടാ പറയണ അല്ലേ. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ജഗത്തും ദേവിയാണ്, സ്രഷ്ടാവും ദേവിയാണ്, സൃഷ്ടിക്കപ്പെടുന്ന ജഗത്തും ദേവിയാണ്, ആ സൃഷ്ടികർമ്മം ചെയ്യുന്നതും ദേവിയാണ്. അതിൻ്റെ അർത്ഥം അതിപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു അതിനാണ് ത്രിപുടി മുടിയ എന്ന് പറയുക. അതായത് ഒന്നേ ഉള്ളൂ എന്ന്, ഏകത്വം. നോക്കൂ, സൃഷ്ടി നടത്തുന്ന ആളും ദേവി, സൃഷ്ടിക്കപ്പെടുന്ന ആ കർമ്മവും ദേവി, സൃഷ്ടിക്കുന്ന കർമ്മവും ദേവി, സൃഷ്ടിക്കപ്പെടുന്ന ജഗത്തും ദേവി. അതേപോലെ തന്നെയാണ് സത്വഗുണം എടുത്തിട്ട് പാലനം നടത്തുന്നു. അതെ, ആ സത്വഗുണം അതെ പാലിക്കണ ആളും പാലനവും പാലിക്കപ്പെടുന്ന ഭൂമിയും ജഗത്തും ഭഗവതിയാണെന്ന്. അതേപോലെ തന്നെ തമോ ഗുണം എടുത്തിട്ട് എന്താ ചെയ്യണം, സംഹാരം അല്ലേ. അപ്പം ആ സംഹാരം ചെയ്യുന്ന ആളും സംഹൃത്രിയും, പിന്നെയോ സംഹരിക്കണ ആളും ആ സംഹാരം എന്നുള്ള ആ കർമ്മവും സംഹരിക്കപ്പെടുന്ന ജഗത്തും ഒക്കെ ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നേ ഉള്ളൂ. ചുരുക്കം എന്താ, ഒന്നേ ഉള്ളൂ. ആ ഒരു ശക്തിയേ ഉള്ളൂ. രണ്ടാമതൊന്നില്ലാത്ത അദ്വൈത ശക്തി തന്നെയാണെന്ന് പറയണം. അങ്ങനെ പിന്നെ എടുത്തിട്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് അതുതന്നെയാണ്. മത്തപ്പരതരം നാന്യൽ കിഞ്ചിതസ്തി ധനഞ്ജയ. ഇവിടെ ഞാനല്ലാതെ രണ്ടാമതൊന്നില്ല. ആ ത്രിപുടി മുടിഞ്ഞ അവസ്ഥ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ അങ്ങനെ ഒരു ഉദാഹരണം പറയൂലേ എപ്പോഴും, ത്രിപുടി മുടിയനേന് ചുർജി പല പ്രഭാഷണം. അതായത് പ്രാർത്ഥിക്കുന്ന ആളും പ്രാർത്ഥനയും, ആ ചെയ്യുന്ന പ്രാർത്ഥന എന്നുള്ള കർമ്മം ഉണ്ടല്ലോ, അത് പ്രാർത്ഥിക്കുന്ന ആളും ആ പ്രാർത്ഥനയും പ്രാർത്ഥിക്കപ്പെടുന്ന ആളും ഒന്നാവണ സമയത്താണ് അദ്വൈതം നമ്മൾ ബ്രഹ്മജ്ഞാനിയാവണത്. അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മായി തീരണേ. ഒന്നേ ഉള്ളൂ ആകെ. പ്രാർത്ഥിക്കുന്ന ആൾ വേറെ ഇല്ല, പ്രാർത്ഥന എന്നുള്ള കർമ്മമില്ല, പ്രാർത്ഥിക്കപ്പെടുന്ന ഭഗവാൻ വേറെ ഇല്ല, എല്ലാം കൂടി ഒരു ശക്തിയുള്ളൂ. അതേ തന്നെയാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം ത്രിപുടി മുടിഞ്ഞ അവസ്ഥ തന്നെയാണ് ഭഗവതി എപ്പോഴും. അതാണ് ഭഗവാൻ മത്തപ്പരതരം നാന്യൻ കിഞ്ചിതസ്തി ധനഞ്ജയ എന്ന് പറഞ്ഞാൽ, ഞാനല്ലാതെ ഇവിടെ രണ്ടാമതൊരു ശക്തി ഇല്ല, അതന്നെയാണ് ദേവി എന്നാണ് ഇപ്പം ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവ് സ്തുതിച്ചത്. അത് 58 അതെ. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാച പാലനേ തഥാ സംഹൃതി രൂപാന്തേ ജഗതോസ്യ ജഗന്മയേ. എല്ലാ പുരാണങ്ങളിലും ഈ അദ്വൈതത്തിനെ പറ്റിയിട്ട് പറഞ്ഞുറപ്പിക്കുകയാണ് ഓരോ തരത്തിൽ. അപ്പം നമ്മൾ പല 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 പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നുള്ളിൽ പോയാൽ നമുക്കത് ഒരു പിന്നേക്ക് ജന്മജന്മാന്തരങ്ങളിലെങ്കിലും ഉപകാരമാവുമല്ലോ. 59 മഹാവിദ്യം സ്തുതിയാണ് കേട്ടോ. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹോ ഭഗവതി മഹാദേവി മഹേശ്വരി. അതാണ് 59 അല്ലേ. അപ്പോൾ 59 അല്ല അതെ അല്ല 59 58 59. അതായത് മഹാവിദ്യ മഹാമായ, അതായത് ഈ മഹത്തായിരിക്കുന്ന മഹാവിദ്യ പറഞ്ഞാൽ എന്താ, വളരെ മഹത്വമേറിയ ആ ബ്രഹ്മജ്ഞാന സ്വരൂപി ഭഗവതി തന്നെയാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവതി തന്നെ ഒന്നേ ഉള്ളൂ പറഞ്ഞില്ലേ. അപ്പോൾ ബ്രഹ്മജ്ഞാന സ്വരൂപിയും അങ്ങനെയാണ്. പിന്നെയോ മായയും അങ്ങനെയാണ്. ആ ബ്രഹ്മജ്ഞാനം മറച്ച് ആത്മാവല്ലാത്ത ഇതിനെയൊക്കെ ആത്മാവാണെന്ന് കരുതുന്ന ആ അവിദ്യയും ഭഗവതിയാണ്. വിദ്യയാണ് ഭഗവതിയാണ് അല്ലേ. അതാണ് പറഞ്ഞത് മഹാവിദ്യ പറഞ്ഞു. വിദ്യാസ്വരൂപിണിയും ഭഗവതി തന്നെയാണ്. മഹാമായ മായ എന്താ, അവിദ്യ എന്താ നമ്മൾക്ക് അവിദ്യ പറഞ്ഞാൽ എന്താ, അനാത്മാവിൽ ആത്മാവല്ലാത്തതിലെ ആത്മാവാണ് എന്ന് കാണുക. മീൻസ് നിത്യമാണ്, നിത്യമല്ലാത്തതിനെയൊക്കെ ആത്മാവായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നിത്യമായി കാണുക. പിന്നെയോ ശരിക്കും നിത്യമായേനെ
അനാത്മാവായിട്ടും കാണുക. എന്നിട്ട് ഈ ശരീരത്തിനെ നിത്യ എന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹിക്കുക. അതന്നെയാണ് ആ വിദ്യ അല്ലേ. ശരിക്കും അതിന് ഒരു ഡെഫിനിഷൻ ഞാൻ വായിച്ചു, അതെനിക്ക് വളരെ ഇഷ്ടമായി. അനാത്മാവിലെ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നും. നമ്മൾ ശരിക്കും ആത്മാവിലാണ് സ്ഥിതി ചെയ്യണത് ശരിക്കും. പക്ഷെ ഈ മായ മഹാമായ എന്താ ചെയ്യണത്? അതിനെ ഇങ്ങോട്ട് മറയ്ക്കും. എന്നിട്ട് അനാത്മാവായിട്ടുള്ള ഈ ആത്മാവല്ലാത്ത ഈ ജഡ ശരീരത്തിന് ഞാനാന്ന് അങ്ങോട്ട് ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് മഹാമായ. അതാണ് ഡെഫിനിഷൻ. എന്താ? അനാത്മാവിൽ ആത്മാവാണെന്നുള്ള ബോധം വരുത്തുക. എന്നിട്ട് ആത്മാവിൽ അനാത്മാവാണെന്നും. അതാണ്. അപ്പോൾ പിന്നെ ഈ അനാത്മാവായിട്ടുള്ളതിനെയൊക്കെ നമുക്ക് ആത്മാവാണെന്നുള്ള ബോധ്യം, ആത്മാവിനെ അനാത്മാവാന്നുള്ള ബോധ്യം, അതായത് ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് മായ. അതും ഭഗവതിയാണ്. ആ ഞാൻ ഒന്നേ ഉള്ളൂ, ഞാൻ ആ ബ്രഹ്മം തന്നെയാണ്, ഇവിടെ രണ്ടാമതൊന്നും ഇല്ല എന്നുള്ള ജ്ഞാനവും ജ്ഞാനസ്വരൂപിണിയാണ്, അവിദ്യാസ്വരൂപിണിയാണ്. പിന്നെയോ മഹാമേധ. മേധ പറഞ്ഞാൽ ധരിക്കാനുള്ള ബുദ്ധിയാണ്. എന്ത് വായിച്ചെവിടെ വേണമെങ്കിൽ ഉണ്ടെങ്കിലും അത് വായിച്ച് അതിൻ്റെ എസൻസ് ധരിക്കുന്ന ബുദ്ധിയാണ് മേധ. അതാണ് മഹത്തായിട്ടുള്ള വളരെ കേമായിട്ടുള്ള ധാരണാബുദ്ധിയും ഭഗവതി തന്നെയാണ്. ആ മേധാസ്വരൂപിണിയും ആണ്. പിന്നെയോ അതായത് പല ശാസ്ത്രങ്ങളിലെ തത്വങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഉദാഹരണം പറയുക ഈ പിന്നെ എന്താണ് മഹാവാക്യങ്ങളിലൊക്കെ തത്വം മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവ്, അങ്ങനെയുള്ളതിനെയാണ് മേധ. അപ്പം അതാർക്കാനുള്ളത് വെച്ചാൽ അവരിൽ മേധാസ്വരൂപിണിയായിട്ട് ഭഗവതി വാഴുന്നുണ്ടെന്നർത്ഥം. അതാണ് മേധ കേട്ടോ. എല്ലാ ശാസ്ത്രങ്ങളിലത്തെയൊക്കെ എസൻസ് ഗ്രഹിക്കാനുള്ള ബുദ്ധി, അതാണ് അങ്ങനത്തെ ബുദ്ധി സ്വരൂപിണിയാണ്. പിന്നെയോ അത് പിന്നെ ആക്ച്വലി അതിൽ പറയുന്നുണ്ട് മേധയുടെ ഒരു പിന്നെ എന്താ പറയുക ഡെഫിനിഷൻ. ഈ സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ പിന്നെ അതിലുണ്ട്, എന്താ പറയുക വ്യാഖ്യാനത്തിൽ, മേധാ സൂക്ഷ്മാർത്ഥ നിപുണ ബഹുഗ്രന്ഥാർത്ഥധാരണ സാമർഥ്യസഹിത ബുദ്ധിർ മേധാവീസ്യാത്വയാന്വിത. എന്താ പറയണ അറിയോ? അനേകം ഗ്രന്ഥങ്ങളുടെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കാൻ കഴിവുള്ള ബുദ്ധിയാണ് മേധ. അതുള്ള ആളെയാണ് നമ്മൾ മേധാവി എന്ന് പറയണത് ശരിക്കും. അങ്ങനെ അല്ലാണ്ടൊക്കെ പറയും, നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കും. പക്ഷെ ശരിക്കും മേധാവി അതാണ്. ആ മേധാസ്വരൂപിണിയും ഭഗവതിയാണ്. പിന്നെയോ മഹാസ്മൃതി. അതായത് മായയ്ക്ക് അതീതമായ കാര്യങ്ങളുടെ ഒരു അറിവ്, അതിനാണ് മഹാസ്മൃതി എന്ന് പറഞ്ഞാലും ഒരു ഇതുണ്ട്. അതായത് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് അനുഭൂതി ഉള്ള അനുഭൂതി കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ടുള്ള അറിവ് ഈ ബോധതലത്തിൽ ഉണ്ടാവുന്നതാണ്. അതായത് ശരിക്കും തന്നെ എല്ലാവർക്കും അനുഭവം ആവാൻ വിഷമമുള്ള അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് മാത്രം മനസ്സിലാവണ വിഷയങ്ങളുടെ ബോധം ഉണ്ടാവണതാണ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറയാച്ചാൽ മഹത്തായ സ്മൃതി, മായയ്ക്ക് അതീതമായിട്ടുള്ള ഒരു കാര്യങ്ങളുടെ ഒരു അറിവ്, വേദവിദ്യ എന്നും പറയാം. ഞാൻ വേറൊരു ദിക്കിൽ വേദവിദ്യ എന്ന് പറയാം. അതായത് നമുക്കിങ്ങനെ അനുഭവം മാത്രമേ ആവാൻ പറ്റുള്ളൂ അങ്ങനത്തെ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള അറിവ്. അപ്പം അങ്ങനെയുള്ള സ്മൃതി, അതിനാണ് അത്ര സ്മൃതി എന്ന് പറയാം. അപ്പം സ്മൃതി രൂപിണിയാണ് മഹാമോഹ. മഹത്തായിട്ടുള്ള എന്താ മോഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മമത കാരണം രജോ ഗുണം വർദ്ധിച്ചിട്ട് മമത രൂപേണ വർത്തിക്കുന്ന ശക്തിയും ഭഗവതിയാണ്. മഹാമോഹം അതായത് മോഹിപ്പിക്കുന്നത് സ്വരൂപിണിയാണല്ലോ, നമ്മളെ മോഹിപ്പിക്കുകയല്ലേ മായ ചെയ്യണത്. അതായത് എന്താ ഈ നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ്, രാഗത്തിൻ്റെ ആശ്രയമാണ് ദേവി. അപ്പോൾ ദേവിയെ ഭജിച്ചാൽ തന്നെ നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റിന് അതീതമായിട്ട് പോകാൻ പറ്റുള്ളൂ, ബിയോണ്ട് അറ്റാച്ച്മെൻറ്റ് പോകാൻ പറ്റുള്ളൂ. കാരണം ദേവി രാഗസ്വരൂപിണിയാണ്. രാഗം ചന്താ മ്യൂസിക്കലത്തെ രാഗമല്ല കേട്ടോ, അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ മഹാമോഹ എന്ന് പറയണത് രാഗസ്വരൂപിണി എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ മമത നമ്മളിൽ ഉണ്ടാക്കുന്ന ശക്തി, അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്ന, അതന്നെയാണല്ലോ മായ ചെയ്യണത്, മഹാമോഹ. പിന്നെ മഹാദേവി, ഏറ്റവും സുപ്രീം ദേവി. മഹേശ്വരി, വേണമെങ്കിൽ ശിവൻ്റെ പത്നി എന്നുള്ള നിലയ്ക്ക് എടുക്കാം. അല്ലാച്ചാൽ എല്ലാ ഈശ്വരന്മാരുടെയും ഈശ്വരി, മീൻസ് ത്രിമൂർത്തികളുടെയും ഈശ്വരി, അങ്ങനെ എടുക്കാം. അതിനത്ര അർത്ഥമുള്ളൂ. അപ്പോൾ
ഇതിലേറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ടത് ദേവി ജ്ഞാനസ്വരൂപിണിയാണ്, അതേസമയം മായ അവിദ്യാസ്വരൂപിണിയാണ്. വിദ്യാസ്വരൂപിണി അവിദ്യ. അപ്പം അവിദ്യ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഈ ബുദ്ധിമുട്ട്. നമ്മൾ ഈ ആത്മാവല്ലാത്ത ജഡശരീരത്തിനെ ആത്മാവാണെന്ന് കരുതണതും അനാത്മാവാണ്, അതിനെ ആത്മാവ് കരുതും. ശരിക്കുള്ള ആത്മാവിലാണ് നമ്മളെപ്പോഴും ഇരിക്കണതേ, അതിനെ അനാത്മാവ് അതറിയണമെന്നില്ല, അതിനെ മറക്കും ചെയ്യും. അതാണ് വളരെ ഒരു ഇതായിട്ട്. പിന്നെ സ്മൃതിയും നമുക്ക് അനുഭവം കൊണ്ട് മാത്രം അറിയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവ്. അപ്പോൾ അതൊക്കെ എല്ലാം ദേവിയാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എത്രാമത്തെ 59 അല്ലേ? ഇതൊക്കെ ഇങ്ങനെ കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ മുഴുവൻ എനിക്ക് വായിച്ച് മനസ്സിലാവണമെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അതന്നെ പറയാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 59 കഴിഞ്ഞാൽ നിർത്താമ്പളേ. മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹോ ഭഗവതി മഹാദേവി മഹേശ്വരി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഭഗവതി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എന്താ വരണത്? ഇവിടെ ഭഗവതി അല്ലാണ്ട് ഒന്നുമില്ല. സർവം ദേവിമയം. നമ്മൾ സർവം വിഷ്ണുമയം എന്ന് ഏതിൽ കണ്ടു? ഭാഗവതത്തിൽ കണ്ടു. നാരായണീയത്തിലും സർവം വിഷ്ണുമയം. ദേവി മഹാത്മ്യത്തിൽ സർവം ദേവിമയം. ഈ ശിവപുരാണം എടുത്താൽ സർവം ശിവമയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേ ഒരു ശക്തിയുള്ളൂ, അതിനെ നമ്മൾ പല 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 പേര് പറഞ്ഞ് വിളിക്കണു എന്ന്. അപ്പം നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.